ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതെ, ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് വീഡിയോസ് അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓണാഘോഷത്തിൻ്റെ കുറച്ച് വിഭാഗം ആളുകൾ, എല്ലാ വിഭാഗം ആളുകളില്ല, ഒരു വളരെ കുറഞ്ഞ വിഭാഗം ആൾക്കാർ അതിനെ എതിർക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് റീസെൻ്റ്ലിയാണ് തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒക്കെ ഭയങ്കരമായ വ്യാപനം ആയിട്ടുള്ള സമയത്താണ് നമുക്ക് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. നമ്മൾ പണ്ട് മുതലേ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓണം എന്നൊക്കെ പറയുന്നത്. അതൊരു ശരിക്കും കേരളത്തിൻ്റെ ഉത്സവമായ രീതിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് വളരെ തെറ്റായ രീതിയിലൊരു മെസ്സേജാണ് സമൂഹത്തിന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ ഓണം ഒക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരു സന്തോഷമായ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ആഘോഷിക്കുന്നതൊന്നും അതൊരു ഏതൊരാൾക്കും ഇനിയിപ്പോൾ ഏതൊരു ദൈവസങ്കല്പങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വളരെ സന്തോഷത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഓണസദ്യ കഴിക്കലൊക്കെ. ഇതൊരു കേരളത്തിൻ്റെ ഉത്സവമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ളതൊക്കെ ഈ പബ്ലിക്കായിട്ട് അതിൻ്റെ എതിർപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്ക് വളരെയധികം വേദനയാണ് അങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇപ്പോൾ ആഘോഷങ്ങളെ ആഘോഷത്തിൻ്റേതായ രീതിയിൽ നമ്മൾ വിടണം. ആഘോഷത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കരുത്. ഇനി അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും പബ്ലിക്കായിട്ട് പറയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കത് പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ സ്വകാര്യമായ സംഭാഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്ന പോലെയല്ല. ഇത് പബ്ലിക്കായിട്ട് നമ്മൾ ഇത്രയും ഒരു സമൂഹത്തിലേക്ക് ഈ ഒരു ആഘോഷങ്ങൾ ആഘോഷിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ വളരെ തെറ്റായ രീതിയിലുള്ള ഒരു ചിന്തയാണ് മറ്റുള്ള ആൾക്കാരിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്തായാലും ഓണം ആഘോഷിക്കുന്നതിന് അത് നമ്മൾ ആഘോഷത്തിൻ്റെ കൂടെയാണ്. കാരണം ആ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഞാൻ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളെ മുന്നിലിടുകയാണ്. ഓണം ആഘോഷിക്കുന്ന ആളുകൾക്ക് എന്താണ് നിങ്ങളെ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അത് ശരിക്കും ഞാൻ എൻ്റെതായ അഭിപ്രായമാണെന്ന് കൂട്ടിക്കോളും ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഇതിന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് പറയാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.